ഹായ് ഹായ് ഗൈസ്. ഇത്രയും കളർഫുള്ളായിട്ടിരുന്ന് പറയേണ്ട ഒരു കാര്യമൊന്നും അല്ല. അതെങ്കിലും പെട്ടെന്ന് ഞാനിങ്ങനെ ഇത് ചെയ്തപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അയ്യോ, ഞാൻ ഇന്നലെ ആ കോട്ടയത്തെ വീഡിയോ കണ്ടു കേട്ടോ. ഒരു കുഞ്ഞിനെ ഇങ്ങനെ കിടത്തിയിട്ടില്ല. മീൻ കൈ പിടിച്ച് നമ്മൾ ലാഘവത്തോടെ വരഞ്ഞ് മുളക് പിടിക്കുന്ന പോലെ പിള്ളേർ, എന്നിട്ട് അതിൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ഡമ്പലും എടുത്തു വച്ചിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്നറിയാവോ? ഇതെന്തുകൊണ്ടാണ് ഈ കില്ലർ ഗെയിംസും ആൽക്കഹോളും വീട്ടിൽ നിന്ന് കിട്ടാത്ത ശ്രദ്ധയും? എൻ്റെ കുട്ടിയായാലും ശരി തന്നെ. ഞാൻ എൻ്റെ കുട്ടിയെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് ഒരു 5-6 വർഷം കഴിഞ്ഞ് ഒരു പാരൻറ്റ് മീറ്റിങ്ങിന് എങ്ങാണ്ട് ചില ഇത് പറയേണ്ടി വന്നപ്പോൾ ഞാൻ അവിടെ പറഞ്ഞതാണ്, എൻ്റെ കുട്ടി എൻജിനീയറോ ഡോക്ടറോ ഒന്നും ആവണ്ട, അവനൊരു മനുഷ്യസ്നേഹിയായാൽ മതി. നാളെ ഒരു പെൺകുട്ടി വന്ന് അതിനോട് ദയവോട്. പക്ഷേ മാരിവാനീസ് എന്ന് പറയുന്ന ബ്രാൻഡ് അത് എനിക്ക് തന്നത് ഇപ്പോൾ 8th സ്റ്റാൻഡേർഡ് വരെയും ഒരു മനുഷ്യസ്നേഹിയെ തന്നെയാണ്. ഒരാളെ സഹായിക്കാൻ കുഞ്ഞിലെ ദയവ് പഠിപ്പിക്കൂ. ഞാൻ ചെയ്യേണ്ട ഇവർ ഈ കമ്പ്യൂട്ടർ ഗെയിമിലും ഗാഡ്ജറ്റ്സുകളുടെ പുറകെയും പോകുന്ന സമയത്ത് ഇവർക്കൊരു ആട്ടിൻകുട്ടിയെ മേടിച്ചു കൊടുക്കുക, ഒരു പശുക്കുട്ടിയെ മേടിച്ചു കൊടുക്കുക. ഒരു സൺഡേ മസ്റ്റായിട്ട് ഇവരൊരു ഓൾഡ് ഏജ് ഹോമിലേക്ക് അയക്കുക, അവിടുത്തെ ബാത്റൂം കഴിപ്പിക്കുക, അവിടുത്തെ ആൾക്കാരുടെ കൈ പിടിച്ച് നടക്കാൻ പഠിപ്പിക്കുക. ഡോക്ടറും എൻജിനീയറുമായിട്ട് നമ്മളെ കുത്തിക്കൊല്ലുന്നതിലും വെട്ടിക്കൊല്ലുന്നതിലും നല്ലതല്ലേ നമ്മളോട് സ്നേഹം രാവും പകലും ഒരു കുഞ്ഞുണ്ടാവുന്നത്? ഡോക്ടറും എൻജിനീയറും പിന്നെ പ്രസവിച്ചിട്ട് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ എറിയുന്നതുമായിട്ടുള്ള കുട്ടികൾ നമുക്ക് എന്തിനാ? ഇവരുടെ ഉള്ളിലെ ക്രിസ്തുവിനെയും അള്ളാഹുവിനെയും കൃഷ്ണനെയും നിറച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു, അടുത്ത തലമുറ ഇങ്ങനെ ആവില്ല. രാഹുൽ ഈശ്വറൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേദപഠന ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സുകൾ, മദ്രസ ക്ലാസ്സുകൾ, ഇതൊക്കെ ശക്തമാക്കി കഴിഞ്ഞാൽ നമ്മൾ നാണക്കേടായിരിക്കുന്നു. പണ്ട് നമ്മൾ US ഇങ്ങനെ കാണുമ്പോൾ കുട്ടികൾ ഇങ്ങനെ അതേ സംസ്കാരം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ കുട്ടികളിൽ കളിയാക്കും ഇപ്പം എല്ലാവരും. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോ, കുട്ടികളുടെ ഉള്ളിൽ കൃഷ്ണനെയും ക്രിസ്തുവിനെയും അള്ളാഹുവിനെയും നിറച്ചാലല്ലാതെ അവരെ സ്നേഹിക്കാനും ദയയും പരിശീലിപ്പിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ സേഫ് അല്ല. മറ്റു കുട്ടികൾ സേഫ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം, മറ്റു കുട്ടികളും പഠിപ്പിക്കണം. നമ്മൾ പഠിപ്പിച്ചിട്ട് മറ്റുള്ളവർ പഠിപ്പിച്ചില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊള്ളത്തില്ലയോ? So be careful, whether it is engineer or doctor.